ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊന്ന് സൺഡേ ആയിട്ട് രാവിലെ ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അത് ആലുവയിലുള്ള ഒരു ശ്രീദത്ത ഹനുമാൻ കോവിലുണ്ട്. ശ്രീദത്ത ആഞ്ജനേയ ടെമ്പിൾ ആലുവയിലാണത്. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ പോവുകയാണ്. നമ്മളിത് പോകുന്നത് ആലുവയ്ക്ക് പോകുന്നത് മെട്രോയിലാണ്. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലേക്ക് പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിത് സ്റ്റേഷൻ മേളിലാണ്. അങ്ങോട്ടേക്ക് എസ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കയറിക്കോ. പോയി ടിക്കറ്റ് എടുക്ക് പോയിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം ആലുവയിലേക്ക്. പ്രീതിയത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഒരു മെഷർമെൻറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ ഗ്രീനിൻ്റെ അവിടെ ഹൈറ്റ് വരികയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ താഴെ റെഡിലാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. അപ്പോൾ സിദ്ധുവിനെ നിർത്തിയപ്പോൾ സിദ്ധു റെഡിൻ്റെയൊക്കെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്കാനിങ്ങിന് കയറ്റി വിടണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ വെച്ചോ, അവിടെ വെച്ചോ. അതാ അവിടെ. ആ ഇത് മെട്രോ രണ്ട് ഭാഗത്തേക്കുണ്ട്. തൃപ്പൂണിത്തുറ ഏരിയയിലേക്കും ആലുവ ഏരിയയിലേക്കും ഉണ്ട്. മൊത്തം സ്റ്റേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഏതൊക്കെയാണ് സ്റ്റേഷൻ? പ്ലാറ്റ്ഫോം 1, പ്ലാറ്റ്ഫോം 2. പ്ലാറ്റ്ഫോം 2 തൃപ്പൂണിത്തുറയിലേക്കും പ്ലാറ്റ്ഫോം 1 ആലുവയിലേക്കുമാണ്. അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. എസ്കലേറ്റർ കയറി കേട്ടോ. ഫൈനലി നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ട്രാക്ക് കണ്ടോ, ഇതാണ് ട്രാക്ക് കേട്ടോ. ഇതാണ് സ്റ്റേഷൻ. ഇവിടെ രണ്ട് സൈഡും ഇത് പ്ലാറ്റ്ഫോം 1 ആണ്. അപ്പർ സൈഡ് പ്ലാറ്റ്ഫോം 2 ആണ്. പ്ലാറ്റ്ഫോം 2 തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്, പ്ലാറ്റ്ഫോം 1 ആലുവ ഭാഗത്തേക്ക്. ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ആലുവ ഫെഡറൽ ബാങ്ക്. ടൈം എഴുതി വെച്ചിട്ടുണ്ട്. 10:08 വണ്ടി വരും. പിന്നെ രണ്ട് സൈഡും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും. ഇവിടെ സഞ്ജു അവിടെ ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സ്റ്റേഷനിലും സ്റ്റെയർ കേസ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. നീറ്റ് ആൻഡ് ക്ലീനാണ് സ്റ്റേഷൻസൊക്കെ. ഇവിടെ സ്റ്റേഷനിലൊരു യെല്ലോ ലൈൻ കണ്ടോ നിങ്ങൾ? ഈ യെല്ലോ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കരുത്, അതാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, യെല്ലോ ലൈനിൻ്റെ അപ്പുറം ട്രാക്കാണ്. അപ്പോൾ യെല്ലോ ലൈനിൻ്റെ ബാക്ക് സൈഡിൽ വേണം എല്ലാവരും നിൽക്കാൻ.
ഒരു ഫ്ലവർ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള ഒരു പോട്ടിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് കാണാൻ. പിന്നെ ഇതവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ആലുവ. ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള എല്ലാ സ്റ്റേഷൻസും ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. നമുക്ക് ആലുവ വരെ 40 റുപ്പീസാണ് കേട്ടോ ടിക്കറ്റിനായത് ഒരാൾക്ക്. നമ്മൾ 5 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ തൃപ്പൂണിത്തറ സൈഡിലേക്ക് പോകുന്ന ട്രെയിൻ വന്നു. നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വരുമായിരിക്കും. അങ്ങനെ തൃപ്പൂണിത്തറ സൈഡിലേക്കുള്ള ട്രെയിൻ വന്നു. ആളെയൊക്കെ കയറ്റി പോയി. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സാധാരണ വീക്ക് ഡേയ്സിൽ നല്ല തിരക്കുണ്ടാവും. രാവിലെ ഓഫീസിൽ പോകുന്നവരെയൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പോൾ സൺഡേ കൊണ്ട് വലിയ തിരക്കില്ല. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മെട്രോയിലാണ് പോകാറുള്ളത് ഓഫീസിലേക്ക്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഇത് അനൗൺസ്മെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയല്ലേ? ഇതേ എത്തി. നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ഗംഗ എന്നാണ്. ഓരോ ട്രെയിനും ഓരോ പേരുണ്ട്. ഇതിൻ്റെ പേര് ഗംഗ എന്നാണ്. എല്ലാ സ്റ്റേഷൻസിൻ്റെ പേര് ഇവിടെ തെളിഞ്ഞു വരും കേട്ടോ ഈ സ്ക്രീനിൽ. സോ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഏത് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മെട്രോയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോറ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുള്ള ഒരു വോയിസ് വരുന്നുണ്ട്. ഒരു BGM പോലെ സൗണ്ട്. അത് ഭയങ്കര അട്രാക്റ്റീവാണ്. കേൾക്കാനും നല്ല രസമാണ്. ഡോറ് തുറക്കുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഉള്ള സൗണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ള കറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് കേൾക്കാനും പറ്റും. അങ്ങനെ നമ്മൾ എടപ്പള്ളി കഴിഞ്ഞു. ഇതാ ലുലു മോളാണ് ഈ കാണുന്നത്. ഈ വിൻഡോയിലൂടെ നമുക്ക് കാണുന്നത് ലുലു മോളാണ്. അങ്ങനെ നമ്മൾ എടപ്പള്ളി പാസ് ചെയ്ത് ലുലുവും പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു സിതും ഡോറിൻ്റെ 2 വശത്തും പാറാവുകാരെ പോലെ നിൽക്കുകയാണ്. അവർക്ക് സീറ്റ് ഉണ്ടായിട്ടും അവർ ഇരിക്കുന്നുണ്ടായില്ല. അവർ സ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ റൗണ്ട് ചുറ്റിയടിച്ച് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വരെ പോയിട്ട് വരട്ടെ. കുറച്ച് ദൂരം പോകും. കുറച്ച് ദൂരം പോവാം. വരണേ. 2 പേരും കൂടി മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആലുവ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഈ ഒരു യൂബർ എടുത്തിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങുകയാണ്. അവിടുന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആലുവ സ്റ്റേഷൻ വലിയ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ഉണ്ടോ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഫീഡിങ് റൂമുണ്ട്. ഫീഡിങ് റൂം, ടോയ്ലറ്റ്, അങ്ങോട്ട് പോയാൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. കൊള്ളാം, നല്ല സ്റ്റേഷനാണ്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തേക്കുള്ള വഴി. ഇവിടെ ചെറിയ കിയോസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. SBIയുടെ കിയോസ്ക് ഉണ്ടോ, SBI കാർഡ്. ഇവിടെ മെട്രോയുടെ എല്ലാ സ്റ്റേഷനുകളിലും ഇതേപോലെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കാം. ആഡ് പോസ്റ്റർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വഴി താഴേക്ക് പോവാം. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി
ഇത് ആലുവ. ഇത് ഇവിടെ മെട്രോ ഫീഡർ ബസ്സുകളുണ്ട്. ഇത് എയർപോർട്ടിലേക്കുള്ള ബസ്സാണെന്ന് തോന്നുന്നു. എയർപോർട്ടിലേക്ക് എപ്പോഴും മെട്രോ സ്റ്റേഷനിൽ നിന്നും ബസ് ഇതേപോലെ ഇലക്ട്രിക് ബസ്സുകളുണ്ട് കേട്ടോ. ഇതാണ് ആലുവ ഫെഡറൽ ബാങ്ക് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ ഇവിടുന്ന് ഇനി യൂബർ വിളിച്ചിട്ടുണ്ട്. യൂബറിൽ കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോണത്. യൂബർ ഓട്ടോ വന്നു. കയറിക്കോ. ഇത് ആലുവയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള താജിൻ്റെ ഹോട്ടലാണ് കേട്ടോ, സ്റ്റാർ ഹോട്ടൽ. ആലുവ പറവൂർക്കവല വഴിയാണ് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈവായിട്ട് ജിപ്സ് പറഞ്ഞു കൊടുക്കുന്ന കുറേ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. 5 സ്റ്റാർ, ചൈത്രം, അങ്ങനെ ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് റോഡൊക്കെ ആകെ മഴയായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദേശത്തെത്തിയപ്പോൾ ഹൈവേയിൽ നിന്നും അമ്പലത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് കട്ട് ചെയ്ത് കയറി ഇനി ഈ വഴിയിലൂടെ കുറച്ചുള്ളിലേക്ക് പോകണം. ഫൈനലി ഞങ്ങൾ അങ്ങനെ ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രം ആലുവയിൽ ദേശത്തെത്തി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫില്ലാണ്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു അമ്പലത്തിൽ. ഇവിടെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ്. ഇതാണ് ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല, നമുക്ക് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ ഇവിടെ അത്യാവശ്യം ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ എൻട്രൻസ് കാണാനും നല്ല ഭംഗിയാണ്. അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള കുറേ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറണം. അവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ തേങ്ങകൾ കെട്ടി തൂക്കിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് കേട്ടോ. അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് തേങ്ങ കെട്ടിത്തൂക്കി 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം ഈ ചടങ്ങ് എന്തോ ചെയ്യാൻ. അപ്പം 41 ദിവസം വ്രതം എടുത്ത് അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അമ്പലത്തിൽ വന്ന് തൊഴാം. ദിവസം വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 41ാമത്തെ ദിവസം വീണ്ടും 41 പ്രദക്ഷിണം വെച്ച് ആ തേങ്ങ നമുക്കെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വഴിപാട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതാണ് ഇത്രയും തേങ്ങകൾ ഇവിടെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ അമ്പലത്തിൻ്റെ വേറൊരു നടയിലൂടെ പുറത്തേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഹനുമാൻ്റെ ഒരു വലിയ വിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഊട്ടുപുരയും ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് 2 ജപിച്ച ചരട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വേറൊരു നടയിലൂടെ പുറത്ത് കിടക്കുമ്പോൾ അവിടെ പഴയ പുള്ളുവമ്പാട്ട് എന്ന് പറയുകയൊക്കെ ഉണ്ട്. പുള്ളുവമ്പാട്ട് പാടിക്കൊണ്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഈ സംഭവമൊന്നും ഇപ്പോൾ എവിടെയും കാണാൻ കിട്ടാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ കൗതുകമായിട്ടൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയിൻ അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി. പിന്നെ പുറത്തിറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാതാളം ആഞ്ജനേയ ടെമ്പിൾ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പാതാളം സെറ്റപ്പ്, ഉള്ളിലേക്കൊരു ഗുഹ പോലുള്ള സെറ്റപ്പാണെന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം.
പാതാളം ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതേ ഈ വഴി ഇങ്ങനെ പോയാൽ ഇവിടെ പുഴ കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പോയി നോക്കാം. പുഴയാണോ? ഓ, ഇവിടെ ക്ലോസ് ചെയ്തേക്കാണോ? എങ്ങനെ തിരിച്ചു പോണോ? ഇത് നടക്ക്. ഇവിടെ പുഴയാണ്, പുഴ പെരിയാർ, ആലുവ പുഴ. വഴുക്കണുണ്ട് കേട്ടോ. കൊള്ളാല്ലേ? വഴുക്കലുണ്ടേ. അടിപൊളി പുഴ. വെള്ളം ഉണ്ടല്ലേ നന്നായിട്ട്. അല്ലേ നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ. അങ്ങനെ ഞങ്ങൾ പുഴയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് തിരിച്ചു പോകണം. ഇത് പാർക്കിംഗ് ഗ്രൗണ്ട് നോക്കി വാഹനങ്ങളെല്ലാം പോയി. അപ്പോൾ അമ്പലത്തിൽ തിരക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളും പോവാണ്. ഇവിടെ അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കഴിച്ചില്ല. സഞ്ജുവിന് എന്തെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സ്നാക്സ് അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതും കൂടി കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. യൂബർ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ യൂബറിൽ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ തിരിച്ച് എത്തി. ഇതേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മൾ അങ്ങനെ ഇതേ നോക്കിയ ഒരു ഇലക്ട്രിക് ബസ് എയർപോർട്ടിലേക്കുള്ള ഒരു ബസ്സും കൂടി ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ ഞങ്ങൾക്കൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നു. പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, മൊബൈൽ ആക്സസറീസ് ഷോപ്പുണ്ട്, കോഫി ഷോപ്പുണ്ട്, പിന്നെ എന്തോ മിനിമയുടെ എന്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ ഈ കടയിൽ ഒരു ചായയും സ്നാക്സും കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് മെട്രോയിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മെക്ഡൊണാൾഡ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. കയറിക്കോ. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ പോവാണ് സ്റ്റേഡിയത്തിലേക്ക്. എത്തി, സ്റ്റേഡിയം എത്തി. ഗൈസ്, ഇത് ആലുവ മെട്രോ സ്റ്റേഷൻ, മെട്രോയുടെ എൻഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് എൻഡാണ്. അവിടെ ക്ലോസ്ഡ് ആണ് കണ്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രെയിൻ ഇവിടെ വന്നിട്ട് റിവേഴ്സ് പോവുകയാണ് ചെയ്യുന്നത്. ട്രെയിൻ വന്ന് ഇവിടുന്ന് നേരെ റിവേഴ്സ് തന്നെ തിരിച്ചു പോകും. ആ അതന്നെ ഉണ്ടായത്. മുടി കൂടുന്നു. നല്ല മഴ തുടങ്ങി. ഇത് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇതാ ട്രെയിനിന് ട്രാക്ക് മാറുന്നുണ്ടോ. ട്രാക്ക് മാറി നേരെ ഇങ്ങോട്ട് വരും. ഇനി അതേപോലെ നമ്മളെ കയറ്റി ഇനി റിവേഴ്സാണ് പോകുന്നത്.
മാക്സിമം വലുതാക്ക്, വലുതാക്കത്. ഞങ്ങൾ ബബിൾക്കം വീർപ്പിച്ച് കളിക്കുകയാണ് കേട്ടോ. ആ മാക്സിമം വലുതാക്കണേ. എത്ര നേരം നിൽക്കും നോക്കാട്ടോ, പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. ഏയ് നീ സിദ്ധ നോക്ക് നോക്ക്, ട്രൈ ചെയ്. ഇത് പക്ഷേ കല്യാണാവില്ലേ ദിലീപ് ബണ്ണ് നിറച്ചിട്ട് വരുന്നുണ്ടേ. ഇത് എത്ര നേരം നിൽക്കൂടാ? 5 മിനിറ്റ്. ബബിൾക്കൻ ചലഞ്ച് ആട്ടോ, ബബിൾക്കൻ ചലഞ്ച്. എത്ര നേരം ഇത് ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കാം, അതാണ് ചലഞ്ച്. ഗൈസ്, സിദ്ധുവിടെ ചിരട അഴിഞ്ഞു കേട്ടോ. ആരാഴ്ച ചിരട ആരാഴ്ചത്? ആരാ? സത്യം പറ. റെഡി ആയില്ലേ? അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാണ്. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഇത് സ്റ്റേഡിയത്തിൽ തിരിച്ചെത്തി. മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ സ്റ്റേഡിയത്തിലാട്ടോ മെട്രോയുടെ കോർപ്പറേറ്റ് ഓഫീസുള്ളത്. ഇതാണ് ഈ കോർപ്പറേറ്റ് ഓഫീസിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ഇത് സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലുവ ആഞ്ജനേയ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മെട്രോയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ഇതേ വീട്ടിൽ തിരിച്ചെത്തി. പറയ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. പിന്നെന്താണ്, ലൈക്സ് കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.